ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോളിവുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തതും ഇനി റിലീസ് ചെയ്യാൻ പോകുന്നതുമായ മൂവികളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് ഒരു മലയാളം മൂവിയാണ് ഇന്നസെന്റ്. സതീഷ് തൻവി സംവിധാനം ചെയ്തൊരു കോമഡി ചിത്രമാണ് ഇന്നസെന്റ്. അൽതാഫ് സലീം, ജോമോൻ ജ്യോതിർ, അനാർക്കലി മരക്കാർ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. സൈന പ്ലേ ആണ് ഈ മൂവിയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത്. ഡിസംബർ 31 മുതൽ ഈ മൂവി OTTയിൽ റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്ത മലയാളം മൂവി നൈറ്റ് റൈഡേഴ്സ്. മാത്യു തോമസിനെ കേന്ദ്ര കഥാപാത്രമാക്കി നൌഫൽ അബ്ദുള്ള സംവിധാനം ചെയ്തൊരു ഹൊറർ കോമഡി മൂവിയാണ് നൈറ്റ് റൈഡേഴ്സ്. ഈ മൂവിയുടെ OTT റൈറ്റ്സ് ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മൂവി ഡിസംബർ ലാസ്റ്റ് വീക്കോടെ OTT റിലീസ് ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അടുത്തൊരു മലയാളം മൂവിയാണ് ചെറുക്കനും പെണ്ണും. ശ്രീജിത്ത് വിജയ്, ദിലീഷ് പോത്തൻ, ദീപ്തി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പ്രദീപ് നായർ സംവിധാനം ചെയ്തൊരു റൊമാൻറ്റിക് ത്രില്ലർ ചിത്രമാണ് ചെറുക്കനും പെണ്ണും. മനോരമ മാക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു മലയാളം മൂവിയാണ് എക്കോ. സന്ദീപ്, പ്രദീപ്, വിനീത്, നരേൻ, വിനു പപ്പു എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ബാഹുൽ രമേശ് രചനയും ദിൻജിത്ത് അയ്യത്താൻ സംവിധാനവും ചെയ്തൊരു മിസ്റ്ററി ത്രില്ലർ മൂവിയാണ് എക്കോ. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഡിസംബർ 31 മുതൽ ഈ മൂവി OTTയിൽ റിലീസ് ചെയ്യും. അടുത്ത മലയാളം മൂവി കളങ്കാവൽ. ജിദ്രി കെ ജോസ് രചനയും സംവിധാനം നിർവഹിച്ചൊരു സൈക്കോളജിക്കൽ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് കളങ്കാവൽ. മമ്മൂട്ടി കമ്പനിയാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. മമ്മൂട്ടിയും വിനായകനും പ്രധാന വേഷങ്ങളെത്തുന്ന ചിത്രത്തിൽ ജിബിൻ ഗോപിനാഥ്, ഗായത്രി അരുൺ, രജീഷ വിജയൻ എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. സോണി ലിവ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. ജനുവരി 9 മുതൽ ഈ മൂവി OTTയിൽ റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു തമിഴ് മൂവിയാണ് ഫീനിക്സ്. സൂര്യ സേതുപതി, വർഷ വിശ്വനാഥ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അനിൽ അരസു രചനവും സംവിധാനം ചെയ്തൊരു സ്പോർട്സ് ആക്ഷൻ ഡ്രാമ മൂവിയാണ് ഫീനിക്സ്. ആഹ OTT പ്ലാറ്റ്ഫോം വഴി ഡിസംബർ 31 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്ത മലയാളം മൂവി അതിഭീകര കാമുകൻ. ഗൗതം തനീലും CC നീരും ചേർന്ന് സംവിധാനം ചെയ്ത കോമഡി ഡ്രാമ ഫാന്റസി റൊമാൻറ്റിക് മൂവിയാണ് അതിഭീകര കാമുകൻ. ലുക്മാൻ ഔറാൻ, ദൃശ്യ രഘുനാഥ് എന്നിവരാണ് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ആമസോൺ പ്രൈം വീഡിയോസ് വഴി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത മലയാളം മൂവി ഇത്തിരി നേരം. സെറിൻ ഷിഹാബ്, റോഷൻ മാത്യു എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പ്രശാന്ത് വിജയ് സംവിധാനം ചെയ്തൊരു റൊമാൻറ്റിക് ഡ്രാമ മൂവിയാണ് ഇത്തിരി നേരം. സൺനെക്സ്റ്റിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു മലയാളം മൂവിയാണ് ഡയൽ 100. സന്തോഷ് കീഴാറ്റൂർ, അർച്ചന കൃഷ്ണ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രതീഷ് നെടുമങ്ങാട് സംവിധാനം ചെയ്തൊരു ക്രൈം ത്രില്ലർ മൂവിയാണ് ഡയൽ 100. മനോരമ മാക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു തെലുങ്ക് മൂവിയാണ് ഗഡികാചലം. അമർ കാമപ്പള്ളി രചനയും സംവിധാനം നിർവഹിച്ചൊരു സൈക്കോളജിക്കൽ ഹൊറർ ചിത്രമാണ് ഗഡികാചലം. സിംപ്ലി സൗത്തിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത മലയാളം മൂവി ബാൾഷയും നികത്തിനെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ ഉണ്ണി ശിവലിംഗം രചനയും സംവിധാനം നിർവഹിച്ചൊരു സ്പോർട്സ് ആക്ഷൻ ചിത്രമാണ് ബാൾട്ടി. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഡിസംബർ 31 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. അടുത്തൊരു മലയാളം മൂവിയാണ് വിലായത്ത് ബുദ്ധ. പൃഥ്വിരാജ്, കോട്ടയം രമേശ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്തൊരു ത്രില്ലർ ചിത്രമാണ് വിലായത്ത് ബുദ്ധ. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ജനുവരി 1 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. ഇതൊരു ഇംഗ്ലീഷ് സീരീസ് ആണ് ദ കോപ്പൻഹേഗൻ ടെസ്റ്റ്. ഒരു അമേരിക്കൻ സയൻസ് ഫിക്ഷൻ സ്പൈ ത്രില്ലർ സീരീസ് ആണ് കോപ്പൻഹേഗൻ ടെസ്റ്റ്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഡിസംബർ 28 മുതൽ ഈ സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു തെലുങ്ക് മൂവിയാണ് പ്രേമന്റെ. നവനീത് ശ്രീറാം സംവിധാനം ചെയ്തൊരു റൊമാൻറ്റിക് കോമഡി ഡ്രാമ മൂവിയാണ് പ്രേമന്റെ. നെറ്റ്ഫ്ലിക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് വെപ്പൺസ്. ഒരു അമേരിക്കൻ മിസ്റ്ററി ഹൊറർ ചിത്രമാണ് വെപ്പൺസ്. ജനുവരി 8 ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഹിന്ദി മൂവിയാണ് ദേ ദേ പ്യാർ ദേ 2. അൻഷുൽ ശർമ്മ സംവിധാനം ചെയ്തൊരു റൊമാൻറ്റിക് കോമഡി ചിത്രമാണ് ദേ ദേ പ്യാർ ദേ 2. അജയ് ദേവഗൺ, ആർ മാധവൻ, രാഹുൽ പ്രീത് സിംഗ് എന്നിവരാണ് ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ജനുവരി 9 ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഹിന്ദി മൂവിയാണ് ദുരന്തർ. ആദിത്യ ദർ രചനയും സഹനിർമ്മാണവും സംവിധാനം നിർവഹിച്ചൊരു ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ദുരന്തർ. ഈ ചിത്രത്തിൽ രൺവീർ സിംഗ്, അക്ഷയ് ഖന്ന, സഞ്ജയ് ദത്ത്, ആർ മാധവൻ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. 285 കോടി രൂപയ്ക്കാണ് നെറ്റ്ഫ്ലിക്സ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. ജനുവരി 30 ഈ മൂവി OTTയിൽ റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു ഇംഗ്ലീഷ് സീരീസ് ആണ് ദ പിറ്റ്. ഒരു അമേരിക്കൻ മെഡിക്കൽ ഡ്രാമ സീരീസ് ആണ് ദ പിറ്റ്. ദ പിറ്റ് സീസൺ 2 ജനുവരി 9 മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് ദ ലൈഫ് ഓഫ് ചക്ക്. ഒരു അമേരിക്കൻ സയൻസ് ഫിക്ഷൻ ഫാന്റസി ഡ്രാമ ചിത്രമാണ് ദി ലൈഫ് ഓഫ് ചക്ക്. ഹുലു OTT പ്ലാറ്റ്ഫോം വഴി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു മലയാളം വെബ് സീരീസ് ആണ് കസിൻസ് ആൻഡ് കല്യാണം. ഒരു റൊമാൻറ്റിക് കോമഡി വെബ് സീരീസ് ആണ് കസിൻസ് ആൻഡ് കല്യാണം. പ്രിയ പ്രകാശ് വാര്യർ, റോഷൻ അബ്ദുൾ റഹൂഫ് എന്നിവരാണ് ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഇതിന്റെ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത്. അടുത്ത റിലീസ് ഉണ്ടാവുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു മലയാളം ഡ്രാമ സീരീസ് ആണ് കേരള ക്രൈം ഫയൽ സീസൺ 3. അജു വർഗീസ്, ലാൽ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അഹമ്മദ് കബീർ രചനയും സംവിധാനം നിർവഹിച്ചൊരു ക്രൈം ഡ്രാമ സീരീസ് ആണ് കേരള ക്രൈം ഫയൽസ് സീസൺ 3. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഈ സീരീസിന്റെ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത്. അടുത്ത റിലീസ് ഉണ്ടാവുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.
അടുത്തത് ഒരു മലയാളം മൂവിയാണ് പാതിരാത്രി. സൗബിൻ ഷാവിയ നായർ എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി രത്തീന രചന സംവിധാനം നിർവഹിച്ചൊരു ക്രൈം ത്രില്ലർ മൂവിയാണ് പാതിരാത്രി. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ജനുവരി മാസം ഫസ്റ്റ് വീക്കിൽ റിലീസ് ചെയ്യുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. ഒരു മലയാളം മൂവിയാണ് നിധിയും ഭൂതവും. അനീഷ് ജി മേനോൻ, അശ്വന്ത് ലാൽ, മുഹമ്മദ് റാഫി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സാജൻ ജോസഫ് സംവിധാനം ചെയ്തൊരു മിസ്റ്ററി ത്രില്ലർ മൂവിയാണ് നിധിയും ഭൂതവും. സൺനെക്സ്റ്റിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു തെലുങ്ക് മൂവിയാണ് ബാഹുബലി ദ എപ്പിക്. ഒരു ഇതിഹാസ ആക്ഷൻ ചിത്രമാണ് ബാഹുബലി ദ എപ്പിക്. നെറ്റ്ഫ്ലിക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു തെലുങ്ക് മൂവിയാണ് ആന്ധ്ര കിങ് താലൂക്ക. മഹേഷ് ബാബു പച്ചകൊല്ല രചനയും സംവിധാനം നിർവഹിച്ചൊരു ആക്ഷൻ കോമഡി ചിത്രമാണ് ആന്ധ്ര കിങ് താലൂക്ക. റാം പോത്തിനേനി, ഉപേന്ദ്ര, ഭാഗ്യശ്രീ ബോർസെ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. നെറ്റ്ഫ്ലിക്സിലൂടെ പാനേന്ത്യൻ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു തമിഴ് മൂവിയാണ് റിവോൾവർ റീത്ത. രാധിക ശരത് കുമാർ, സുനിൽ, കീർത്തി സുരേഷ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി JK ചന്ദ്രു രചനയും സംവിധാനവും നിർവഹിച്ചൊരു ആക്ഷൻ കോമഡി മൂവിയാണ് റിവോൾവർ റീത്ത. നെറ്റ്ഫ്ലിക്സിലൂടെ പാനേന്ത്യൻ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു തമിഴ് മൂവിയാണ് മിഡിൽ ക്ലാസ്. മുനിഷ്കാന്ത്, വിജയലക്ഷ്മി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി കിഷോർ മുത്തുരാമലിംഗം സംവിധാനം ചെയ്തൊരു ഫാമിലി ഡ്രാമ മൂവിയാണ് മിഡിൽ ക്ലാസ്. C5ലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു ഹിന്ദി വെബ് സീരീസ് ആണ് തസ്കരി. ഒരു ക്രൈം ത്രില്ലർ വെബ് സീരീസ് ആണ് തസ്കരി. ഇമ്രാൻ ഹാഷിമാണ് ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. നെറ്റ്ഫ്ലിക്സിലൂടെ ജനുവരി 14 മുതൽ ഈ സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഹിന്ദി മൂവിയാണ് സിംഗിൾ സാൽമ. റൊമാന്റിക് കോമഡി ഫിലിമാണ് സിംഗിൾ സാൽമ. നെറ്റ്ഫ്ലിക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു ഹിന്ദി മൂവിയാണ് രാത് അകേലി ഹെ. ഒരു സസ്പെൻസ് ത്രില്ലർ മൂവിയാണ് രാത് അകേലി ഹെ. നെറ്റ്ഫ്ലിക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു ദക്ഷിണ കൊറിയൻ മൂവിയാണ് ദി ഗ്രേറ്റ് ഫ്ലഡ്. ഒരു ദക്ഷിണ കൊറിയൻ സയൻസ് ഫിക്ഷൻ ഡിസാസ്റ്റർ മൂവിയാണ് ദി ഗ്രേറ്റ് ഫ്ലഡ്. നെറ്റ്ഫ്ലിക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്.